ഹലോ, ഗുഡ് മോർണിംഗ്. ഫിഫ്ത്ത് സെമസ്റ്ററിലെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറിനകത്ത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന ഹെഡാണ്. ഓക്കെ, അതിനകത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് 5 ടൈപ്സ് ആണ്. ഓക്കെ, 5 തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ്. ദെൻ നെക്സ്റ്റ് കയർ സൊസൈറ്റി വരുന്നുണ്ട്, ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നുണ്ട്, ഫിഷറീസ് കോപ്പറേറ്റീവ് വരുന്നുണ്ട്, ദെൻ പോൾട്രി കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഉണ്ട്. അതിൽ പോൾട്രി കോപ്പറേറ്റീവ്സ് നമുക്ക് പഠിക്കാനില്ല. ബാക്കി വരുന്ന 5 എണ്ണം, അതായത് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇത്രയുമാണ്. അതിനകത്ത് ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ ബാലൻസ് വരുന്നത് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ്. ഓക്കെ, ഡയറി കോപ്പറേറ്റീവ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 6th സെമസ്റ്ററിലെ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്? എ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ collection of dairy farmers who work together to collect milk and arrange the supply of milk and other dairy product into the market. ഓക്കെ, ഡയറി കോപ്പറേറ്റീവ് മേഖല നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് പറയുന്നത് കളക്ട് ചെയ്യുന്ന മിൽക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് പ്രോബ്ലം പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഒരു എയിമായിട്ട് പറയുന്നത്. നോക്കാം. എ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ കളക്ഷൻ ഓഫ് ഡയറി ഫാമേഴ്സ്. ഡയറി മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരുടെ ഒരു സൊസൈറ്റിയാണ്, അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ഒരു ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഹു വർക്ക് ടുഗെദർ ടു കളക്ട് മിൽക്ക് ആൻഡ് അറേഞ്ച് ദ സപ്ലൈ ഓഫ് മിൽക്ക്. ഓക്കെ, ഇവർ ചെയ്യുന്ന എന്താണ്? ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നെല്ലാം മിൽക്ക് കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മിൽക്ക് എന്ത് ചെയ്യുന്നു? എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അത് മിൽക്ക് മാത്രമല്ല, അതിൻ്റെ ബൈ പ്രോഡക്റ്റുകളായിട്ട് വരുന്ന മറ്റു പ്രോഡക്റ്റുകളുമുണ്ട്. ഓക്കെ, അതർ ഡയറി പ്രോഡക്റ്റ് മീൻസ് പാലുൽപാദനത്തോടൊപ്പം തന്നെ പാലിൽ നിന്നുണ്ടാക്കുന്ന മറ്റു അനുബന്ധ പ്രോഡക്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള അനുബന്ധ പ്രോഡക്റ്റുകളുടെയും പാലിൻ്റെയും കളക്ട് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എയിം എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ദ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ഈക്വലി. അപ്പോൾ അതിലെ മെമ്പേഴ്സ് തന്നെയാണ് അതിനെന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ഉടമസ്ഥത അവകാശമൊക്കെ അതിലെ മെമ്പേഴ്സിന് തന്നെയാണ്. ഓക്കെ, എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റൈറ്റ് ആണുള്ളത്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ കളക്ഷൻ ഓഫ് ഡയറി ഫാമേഴ്സ്. ഡയറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവർ ചെയ്യുന്നത് എന്താണ്? ഹു വർക്ക് ടുഗെദർ ടു കളക്ട് മിൽക്ക് ആൻഡ് അറേഞ്ച് ദ സപ്ലൈ ഓഫ് മിൽക്ക്. അവരെന്ത് ചെയ്യുന്നു? ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പാലുകളെല്ലാം കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുണ്ടാക്കിയ സൊസൈറ്റി മുഖേന അതിൻ്റെ സപ്ലൈ നടത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഡയറി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളെ നമ്മൾ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും. സോ ദ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഹെൽപ്സ് ടു സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഡയറി സെക്ടർ. ഡയറി മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട താഴെ പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹായിക്കും. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ഡയറി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ? ഒന്ന്, ഇന്നാഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയാണ്. ഓക്കെ, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് അത് വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് എഫിഷ്യൻ്റായിട്ട് അത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്. പാലുൽപാദന മേഖല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്തായിരിക്കും? റിമോട്ട് ഏരിയകളിലുള്ള ആളുകളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് പാല് കളക്ട് ചെയ്യണം, അത് എഫിഷ്യൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളിടത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഡയറി മേഖല നേരിടുന്ന ഒരു പ്രശ്നമാണ്. ദെൻ നോൺ അവൈലബിലിറ്റി ഓഫ് ടെക്നിക്കൽ അഡ്വൈസ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള
കാര്യങ്ങളുടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുടെ അപര്യാപ്തത എന്നുള്ളതാണ്. ഓക്കെ, ടെക്നിക്കലി അഡ്വൈസ് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട മിഷനറികളും ഒക്കെ ഈ മേഖലയിൽ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഡയറി മേഖല ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഒരു മെക്കനൈസ്ഡ് രീതിയിലേക്ക് ഈ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കണം. അത്തരത്തിലുള്ള ടെക്നിക്കൽ അഡ്വൈസിൻ്റെയും ഒക്കെ കുറവാണ് മറ്റൊരു പ്രശ്നം പറയുന്നത്. മറ്റൊന്ന് ആബ്സെൻസ് ഓഫ് പ്രോപ്പർ പ്രോസസ്സിങ്. ഓക്കെ, പാലുൽപാദന മേഖല എന്ത് ചെയ്യണം? പാല് കൃത്യമായിട്ട് പ്രോസസ്സിങ് നടത്തണം. കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടത്തണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പ്രോസസ്സിങ് പ്രവർത്തനങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നമാണ്. മറ്റൊന്ന് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻ്റർമീഡിയറീസ്. ഇതിനിടയിലുള്ള ഇൻ്റർമീഡിയറീസിനെ ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹായിക്കും. അവർ അൾട്ടിമേറ്റായിട്ട് പാലുൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരിൽ നിന്ന് നേരിട്ട് പാല് കളക്ട് ചെയ്യാണ് സൊസൈറ്റി ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇടയിൽ വരുന്ന ഇൻ്റർമീഡിയറീസിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഇൻ്റർമീഡിയറീസിനെ ഒഴിവാക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? പാലുൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകർക്ക് അവരുടെ പാലിന് ഏറ്റവും നല്ല വില കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹായിക്കുന്നുണ്ട്. ഇതാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നീട് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയറി മേഖലയുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു 5ഓളം ഇൻസ്റ്റിറ്റ്യൂഷനുകളെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച്, സൊസൈറ്റികളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഓരോ സൊസൈറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പാലുൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രൈമറി ലെവലിലുള്ള സൊസൈറ്റിയാണ് KVCS എന്ന് പറയുന്നത്. ഓക്കെ, ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് KVCS. ഓക്കെ, ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ മറ്റൊന്ന് ആപ്കോ എന്ന് പറയുന്നൊരു സൊസൈറ്റി ഉണ്ട്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ആപ്കോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. മറ്റൊന്ന് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് യൂണിയൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് മിൽമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം അപ്പർ ഓർഗനൈസേഷൻ, ഒരു നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഉണ്ട്, NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഓക്കെ, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇത്തരത്തിലുള്ള 5ഓളം ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡയറി കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, KVCS, ആപ്കോ, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് യൂണിയൻ ഉണ്ട്, മിൽമയുണ്ട്, ദെൻ NDDB ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രൈമറി ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് KVCS. ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നോക്കാം എന്താണ് KVCS. ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് KVCS. ഓക്കെ, ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ദ പ്രൈമറി മിൽക്ക് സപ്ലൈ സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ബൈ പേഴ്സൺസ് ഓൺ എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി who can supply fairly large quantity of milk. ഓക്കെ, ഏറ്റവും ബേസ് ലെവലിൽ പ്രൈമറി ലെവലിലുള്ള മിൽക്ക് സപ്ലൈ സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ബൈ പേഴ്സൺസ് ഓൺ എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി. ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ വരുന്ന ആളുകളെല്ലാം കൂടെ, സാധാരണഗതിയിൽ പറയുന്നത് 2 or more വില്ലേജസ് എന്നാണ്. സാധാരണഗതിയിൽ ഏറ്റവും റിമോട്ട് ഏരിയയാണ്. അപ്പം 2 or 3 വില്ലേജുകൾ ചേർത്തുകൊണ്ട് ആ പ്രദേശത്തുള്ള മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന, പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകരെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രൈമറി ലെവലിൽ ഉണ്ടാക്കുന്ന സൊസൈറ്റികളാണ് KVCS എന്ന് പറയുന്നത്. പ്രൈമറി മിൽക്ക് സപ്ലൈ സൊസൈറ്റീസ്. ഓക്കെ, ആർ ഓർഗനൈസ്ഡ് ബൈ പേഴ്സൺസ് ഓൺ എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി. ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെല്ലാം കൂടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ബേസ് ലെവലിലുള്ള ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത് KVCS. അവരെന്താ ചെയ്യുന്നത്? ഹൂ സപ്ലൈ ഫെയർലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. ഈ സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യണം? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് അവർ സപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 or 2 കറവ പശുക്കളുള്ള ആളുകളായിരിക്കും ഈ സൊസൈറ്റിയിൽ മെമ്പേഴ്സായിട്ടുണ്ടാവുക. അപ്പോൾ അവർ അവരുടെ കറവ പശുക്കളിൽ നിന്നും കളക്ട് ചെയ്യുന്ന പാലെന്തെയും സൊസൈറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഓക്കെ, ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഇത്തരത്തിലുള്ള ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 or more വില്ലേജസ് ആണ്. 2 or 3 വില്ലേജുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ ഉണ്ടാക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്? ഓക്കെ, ടു പ്രൊമോട്ട് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഹു
ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. ഓക്കെ, പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഈ സൊസൈറ്റി ചെയ്യുന്നത്. അതിന് വേണ്ട ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്രൊമോട്ട് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ അതിൽ മെമ്പേഴ്സായിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സാമ്പത്തികപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുക. രണ്ടാമത്തെ, ഹെൽപ്സ് ദ മെമ്പേഴ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് മെമ്പേഴ്സിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പം മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് എന്ത് വേണ്ടി വരും? അവരുടെ മിൽച്ച് ആനിമൽസ് എന്നാണ് പറയുക, MILCH, മിൽച്ച് ആനിമൽസ്, കറവ പശുക്കൾ. ഓക്കെ, അപ്പോൾ ഈ കറവ പശുക്കൾക്ക് ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ദെൻ ടു എനേബിൾ ദ മെമ്പേഴ്സ് ടു ബൈ ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് മിൽച്ച് ആനിമൽസ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മിൽച്ച് ആനിമൽസിനെ, കറവ പശുക്കളെ വാങ്ങിക്കുന്നതിനും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും വേണ്ടി മെമ്പേഴ്സിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഏറ്റവും ക്വാളിറ്റിയുള്ള മിൽച്ച് ആനിമൽസ് ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ക്വാളിറ്റിയുള്ള മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുകയുള്ളൂ, അല്ലേ? നല്ല പശുക്കളായാൽ മാത്രമേ നല്ല രീതിയിൽ പാലുൽപാദനം നടത്തുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള മിൽച്ച് ആനിമൽസിനെ വാങ്ങിക്കണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. To arrange for the sales of milk and milk product to the best advantages of the members. ആ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിൽക്ക് ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മെമ്പേഴ്സിന് അവരുടെ അവർ കൊണ്ടുവരുന്ന മിൽക്ക്, സൊസൈറ്റിയിൽ സപ്ലൈ ചെയ്യുന്ന മിൽക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് കിട്ടുന്ന രീതിയിൽ അതിന് സെയിൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മിൽക്ക് ഉൽപ്പാദന മേഖല നേരിടുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, പ്രോപ്പറായിട്ട് അത് സെയിൽസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിൽ, മെമ്പേഴ്സിന് ഏറ്റവും അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രൈസിന് അവരുടെ മിൽക്ക് സെയിൽസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ദെൻ ഫിഫ്ത്ത്, ഇറ്റ് ഹെൽപ്സ് ടു പർച്ചേസ് മിഷനറി ടു ദ പ്രിപ്പറേഷൻ ഓഫ് ബൈ പ്രോഡക്റ്റ്. മിൽക്ക് മാത്രമല്ല, നമ്മൾ പറഞ്ഞു മിൽക്കിൽ നിന്ന് അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം, അല്ലേ? തൈര് പോലുള്ള ഒത്തിരി ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് മിൽക്കിൽ നിന്ന് തന്നെ. ഓക്കെ, നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? പിന്നെ സംഭാരമുണ്ട്, ഇപ്പം മിൽമയുടെയൊക്കെ, അല്ലേ? അത്തരത്തിലുള്ള ബൈ പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷനറികൾ മറ്റും വാങ്ങിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട്, ഒബ്ജക്ട്സ് ആയിട്ട് പറയുന്നത്. ദെൻ മെമ്പർഷിപ്പ് ആണ് അടുത്ത ഹെഡിങ്. സോ ദ മെമ്പർഷിപ്പ് ഈസ് ഗിവൺ ടു ദ ഇൻഡിവിജ്വൽ ഹൂ ഹാവ് മിൽച്ച് കാറ്റിൽ. ഓക്കെ, കറവ പശുക്കളുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ മെമ്പേഴ്സ് ആവാൻ പറ്റുള്ളൂ. അതല്ലാതെ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറി സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റില്ല. അയാൾക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയും കറവ പശുക്കൾ വേണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കറവ പശുക്കളുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. ദ മെമ്പേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്. അതിൽ വരുന്ന മെമ്പേഴ്സിനെ, ഡയറി കോപ്പറേറ്റീവ് മേഖലയിൽ വരുന്ന മെമ്പേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് കാറ്റഗറി ഓഫ് മെമ്പേഴ്സുണ്ട്. ഒന്ന് എ ക്ലാസ് മെമ്പറുമാണ്, മറ്റൊന്ന് ബി ക്ലാസ് മെമ്പേഴ്സുമാണ്. എ ക്ലാസ് മെമ്പേഴ്സ് ആർ ദ പ്രൊഡ്യൂസർ മെമ്പേഴ്സ്. ദാറ്റ് മീൻസ് നിലവിൽ ആ സൊസൈറ്റി എവിടെയാണോ ആ സൊസൈറ്റി നിൽക്കുന്നത് ആ സൊസൈറ്റിയിലേക്ക് മിൽക്ക് സപ്ലൈ ചെയ്യുന്ന മെമ്പേഴ്സിനെയാണ് എ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബി ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രൊഡ്യൂസർ മെമ്പേഴ്സാണ്. നിലവിൽ ആ സൊസൈറ്റിയിലേക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ബി ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് കറവ പശുക്കൾക്ക് എല്ലാ സമയത്തും പാലുൽപാദനം ഉണ്ടാവില്ല, അല്ലേ? ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ പാലുൽപാദനം ഇല്ലാത്തൊരു സ്ഥിതി വരും. ഓക്കെ, പിന്നീട് പാലുൽപാദനം നടക്കണമെങ്കിൽ 1-2 വർഷം കഴിയേണ്ടി വരും. അപ്പം നിലവിൽ ഒരു സൊസൈറ്റിയിലേക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് എ ക്ലാസ് മെമ്പേഴ്സ് എന്നും, എന്നാൽ ആ ഒരു മേഖലയെ, പാലുൽപാദന മേഖലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്, പക്ഷേ അയാൾക്ക് നിലവിൽ എന്ത് ചെയ്യുന്നില്ല, സൊസൈറ്റിക്ക് പാല് കൊടുക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള മെമ്പേഴ്സിനെ ബി ക്ലാസ് മെമ്പേഴ്സ് എന്നും പറയും. ഇങ്ങനെ 2 തരത്തിലുള്ള മെമ്പേഴ്സാണ്
ഡയറി സൊസൈറ്റിയിലുള്ളത്. പിന്നെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത്, ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപ മാത്രമേ ഉള്ളൂ. ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ നമുക്ക് 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ 10 രൂപ യുടെ ഒരു ഷെയർ എടുത്തുകൊണ്ടായിരിക്കും ഒരു മെമ്പർ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മെമ്പർ അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 മെമ്പേഴ്സ്, 7 മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റീസ് മാനേജ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഷാൾ ബി ഇലക്റ്റഡ് ബൈ എ ക്ലാസ് മെമ്പേഴ്സ്. ഓക്കെ, ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഡേ ടു ഡേ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുക. അതിലെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എ ക്ലാസ് മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ബി ക്ലാസ് മെമ്പേഴ്സിന് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അംഗം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഉണ്ട്. ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ എ ക്ലാസ് മെമ്പേഴ്സ് ആയിരിക്കും മെജോറിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്നതെന്നുള്ളതാണ്. കളക്ട് മിൽക്ക് ഫ്രം മെമ്പേഴ്സ്, പാലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്യണം, സൊസൈറ്റി ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, കളക്ട് ചെയ്ത മിൽക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ഫോർ ദ സെയിൽസ് ഓഫ് മിൽക്ക്, കളക്ട് ചെയ്തിട്ടുള്ള മിൽക്ക് എന്ത് ചെയ്യണം? സെയിൽസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മറ്റൊന്ന്, സപ്ലൈ ഓഫ് കാറ്റിൽ ഫോഡർ. ഓക്കെ, ഈ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കൊടുക്കണം? തീറ്റ കൊടുക്കണം. ഓക്കെ, കാലിത്തീറ്റ, അതാണ് ഫോഡർ എന്ന് പറയുന്നത്, FODDER. ഓക്കെ, സപ്ലൈ ഓഫ് കാറ്റിൽ ഫോഡർ, കാലിത്തീറ്റ, അവർക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ സബ്സിഡി ബേസിലൊക്കെ കൊടുക്കണം. ദെൻ മറ്റൊന്ന്, അറേഞ്ച് ലോൺസ് ഫോർ ദ പർച്ചേസ് ഓഫ് മിൽച്ച് ആനിമൽസ്, മിൽച്ച് ആനിമൽസിനെ വാങ്ങാൻ, കറവ പശുക്കളെ വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള ലോൺ കൊടുക്കണം. ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യം. ഓക്കെ, കളക്ട് സപ്ലൈ ഫ്രം മെമ്പേഴ്സിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത മിൽക്ക് സെയിൽസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കണം. മറ്റൊന്ന്, സപ്ലൈ ഓഫ് കാറ്റിൽ ഫോഡർ. ഓക്കെ, അവർക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റയും മറ്റു പശുക്കൾക്ക് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ സബ്സിഡി ബേസിൽ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. പിന്നെ മിൽച്ച് ആനിമൽസിനെ, കറവ പശുക്കളെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലോൺ കൊടുക്കണം. ഇതൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ ഒരു ബേസിക് ലെവലിൽ വരുന്ന KVCS അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന രീതിയിൽ മാത്രമേ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം 25% ടു റിസർവ് ഫണ്ട്. അവർക്ക് എത്ര ലാഭം കിട്ടിയാലും അതിൻ്റെ 25% എന്ത് ചെയ്യണം? റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. ദെൻ എഡ്യൂക്കേഷൻ ഫണ്ട് ആസ് പെർ റൂൾസ്, പിന്നെ സൊസൈറ്റിയുടെ റൂൾസ് പ്രകാരം എത്രയാണോ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കേണ്ടത് അത്രയും എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. ദെൻ പർച്ചേസ് റിബേറ്റ് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 10% പർച്ചേസ് റിബേറ്റ് കൊടുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കണം. ദെൻ 7.5% മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന ബാലൻസ് എന്ത് ചെയ്യണം? കോമൺ ഗുഡ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ഇത്തരത്തിലുള്ള ഫണ്ടുകളിലേക്ക് മാറ്റി വെക്കണം. ഇങ്ങനെയാണ് ഒരു KVCS അവർക്ക് കിട്ടുന്ന ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ അവർക്ക് തോന്നിയ പോലെ ലാഭം മെമ്പേഴ്സ് വീതിച്ചെടുക്കാൻ പറ്റില്ല. 25% റിസർവ് ഫണ്ടിലേക്ക് കിട്ടിയ മൊത്തം ലാഭത്തിൻ്റെ 25% റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. ബാക്കി ഒരു സർട്ടൺ പെർസെൻറ്റേജ് റൂൾസ് പ്രകാരം എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. പിന്നെ പർച്ചേസ് റിബേറ്റ് 10% ആണ്. ദെൻ ഡിവിഡൻഡ് 7.5% ആണ്. ബാക്കി വരുന്ന ബാലൻസ് അവർ കോമൺ ഗുഡ് ഫണ്ട് അതുപോലെ തന്നെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്നാമത്തെ സൊസൈറ്റിയായ KVCSനെ കുറിച്ച് പറയേണ്ടത്. എന്താണ് KVCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈമറി ലെവലുള്ള മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു യൂണിയനാണ്. ഓക്കെ, ഏരിയ ഓപ്പറേഷൻ 2 or more വില്ലേജസ് ആണ്. ദെൻ ഒബ്ജക്ട്സ് പറയണം. ദെൻ അതിൻ്റെ മെമ്പർഷിപ്പ് പറയണം. ദെൻ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വർക്കിംഗ്, ദെൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ സൊസൈറ്റി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആപ്കോ എന്താണെന്ന് പറയണം. ഇതിൻ്റെ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആപ്കോ, ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.